അങ്ങനെ കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 2 കണ്ടോ. നല്ലൊരു സീരീസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് കണ്ട ഒരു ഫീൽ നിങ്ങൾക്ക് തരുക. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സീരീസ് തന്നെയായിരുന്നു. നല്ലൊരു മേക്കിങ്ങും നല്ലൊരു അപ്രോച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു സീസൺ മൊത്തത്തിൽ ടോട്ടൽ ഒരു 6 എപ്പിസോഡ് വരുന്നുള്ളൂ. ഓരോ എപ്പിസോഡ് അരമണിക്കൂർ റേഞ്ച് വരുന്നുള്ളൂ. ഒന്ന് ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കാനുള്ള അത്രയേ ഉള്ളൂ. സോ ഒരു 6 എപ്പിസോഡ് ഒരുമിച്ച് കണ്ടായിട്ട് നല്ലൊരു സിനിമ കണ്ട ഒരു ഫീലിംഗ് ഒക്കെ എന്തായാലും തരും. എനിക്ക് ഭയങ്കര വർക്കായി. സീസൺ 1 ഭയങ്കര ഇഷ്ടമായി. സീസൺ 1 നല്ലൊരു ഡീസന്റ് സീസൺ ആയിരുന്നു. പക്ഷേ സീസൺ 1 എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള കാര്യം അടുത്തുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ഇത് സ്പീക്ക് ചെയ്യുന്നത്. അത് സ്പോയിലർ ആയതിനെ കൂടെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരു ആനിമൽ ലവർ, ഡോഗ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് കറക്റ്റ് ആണോ, കുറേ ഇമോഷണലി കറക്റ്റ് ആണോ കുറേ കാര്യങ്ങൾ ഈ സീരീസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ആനിമൽസ് ഈ ഡോഗ്സ് എല്ലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് ഈ സീസൺ ഭയങ്കരമായിട്ട് തന്നെ കറക്റ്റ് ആയി. സോ ഒരു ഡോഗ് ലവർ ആണെങ്കിൽ എനിക്ക് നല്ല ഇതിൻ്റെ അകത്ത് ഇമോഷണലി കണക്ട് ആക്കുന്ന കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് ഈ സീരീസ്. സോ അതുകൊണ്ട് മാത്രമല്ല നല്ല ഫ്ലോയിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും, ഇൻറ്റൻസ് ആക്കി ഇങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സീസൺ 1 ആയാലും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സ്ലോ നോർമൽ പേസിൽ പോകുന്ന സംഭവമാണ്. പക്ഷേ ഇവർ ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന രീതിയും അതിൻ്റെ ഒരു മെക്കാനിസം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകും. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ് ആയാലും കുറച്ച് നല്ല റോ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെയാണ് ഇവർ പറയുന്നത്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലീൻ ഉള്ള ഡയലോഗ്സ് ഒക്കെയാണ്. സീസണിൽ നമ്മൾ രാഗൊക്കെ പറഞ്ഞ കുറേ അധികം ചീത്തമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്ത് റിപ്രൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചില സ്ഥലത്തൊക്കെ തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് അർജുൻ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ പോലീസ് റോളായിട്ട് വരുന്നത്. സീസൺ 1 നമ്മൾ അജു വർഗീസിനാണ് കണ്ടത്. പക്ഷേ അജു വർഗീസിൻ്റെ ഒരു സപ്പോർട്ടിങ് സൈഡ് റോളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അധിക സമയം മൂപ്പരുണ്ട്. പിന്നെ ലാലുവിനകത്ത് സീസൺ 1 റിപ്രൈസിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ അർജുൻ രാധാകൃഷ്ണൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ റോള്. എനിക്ക് ഈ സീസൺ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ല. അതായത് ഭയങ്കര ഒരു വിവിഡ് കളറിങ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു വിൻറ്റേജ് മോഡ് ഭയങ്കര നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചില ഷോട്ട്സ് ഒക്കെ നമുക്ക് കാണും ഭയങ്കര ഫീലാണ്. ഇപ്പോൾ വയനാട്ടിൽ കുറേ ആംഗിളുണ്ട്. അതിന് കുറേ ലൊക്കേഷൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ, എറണാകുളമൊക്കെ മാറി കുറേ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വയനാട് അങ്ങനത്തെ കുറേ ലൊക്കേഷൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു ലാർജ് സ്കെയിൽ ഇവർ കാണിക്കുമല്ലോ. അതൊരു TV HD എല്ലാം കാണാൻ ഭയങ്കര രസമാണ്. സോ ഒരു സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എൻ്റെ മ്യൂസിക് എടുത്ത് പറയണം മോനെ, ഈ സാധനം ഇൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ അതിൻ്റെ മ്യൂസിക് നല്ല രീതിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതിനെ കൊണ്ട് എൻ്റെ പോലീസ് ഇപ്പോൾ കണ്ടുപിടിക്കുന്ന കുറേ കാര്യമൊക്കെ നമ്മൾ തന്നെ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന രീതിക്കുള്ള മ്യൂസിക് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇതിനകത്ത് ഒരു 5ാമത്തെ എപ്പിസോഡൊക്കെ ഉണ്ട്. കുറച്ച് നല്ല വലിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു സോങ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ്. അതൊക്കെ ഭയങ്കര വൈബായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ലൊരു ഈ സീൻസിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇമോഷണൽ സീക്വൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് എലിവേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ കണക്ട് ആക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ആനിമൽ ലവർ, ഡോഗ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ആക്കാനുള്ള കുറേ പോർഷൻസ് ഒക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആൻഡ് ഇതിനകത്തൊരു മെയിൻ പ്ലോട്ട് എന്താ വെച്ചാൽ ഇൻറ്റൻസിന്റെ ക്യാരക്ടർ മിസ്സിംഗ് ആണ്. ഇൻറ്റൻസിന്റെ ക്യാരക്ടറിന്റെ പേര് അമ്പിളി രാജു എന്ന ഒരു ക്യാരക്ടറാണ്. സോ ഒരു ക്യാരക്ടറിന് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. സോ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളാണ് ഇതിന്റെ സിനിമയിൽ പറഞ്ഞുകൊണ്ടത്. ആൻഡ് ഇൻറ്റൻസിന് നല്ലൊരു ഇമ്പോർട്ടന്റ് റോൾ ഇതിനകത്തുള്ള പോലെ തന്നെ ഹരിശ്രീ അശോകനും നല്ലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് കേട്ടോ. ഹരിശ്രീ അശോകൻ ഒരു സൈഡ് ആയിട്ടേക്കും വരുന്നതാണ്. പക്ഷെ നല്ലൊരു ഇമ്പോർട്ടന്റ് റോൾ മൂപ്പർ കൊടുത്തിട്ടുണ്ട്. സീസൺ 1 കണ്ട ഒരു പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ഇതിനകത്ത് ഏകദേശം ഒരു ലാസ്റ്റ് ഘട്ടങ്ങളിലാകുമ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തു. അതായത് പറയാൻ തന്നെ പറയുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കണക്ട് ആവും. അതായത് സ്പൂൺ ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. നമുക്കിങ്ങനെ ഇതാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ഊഹിച്ചെടുക്കലാണ്. അത് നല്ലൊരു ചെറിയൊരു ക്ലീഷേ ബ്രേക്കിംഗ് ഒരു ക്ലൈമാക്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഈ കേരള ക്രൈം ഫയൽസ് സീസൺ 1 ചില പോർഷൻസ് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ തന്നെ ഊഹിച്ചെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സീസൺ 2 വന്നു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിനെ അതിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കുറച്ചും കൂടി എന്താ പറയുക, സ്പൂൺ ഫീഡിങ് പരിപാടി ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി നമ്മളതിനെ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിൻ്റെ വെച്ചിട്ടുള്ളത്. അത് നൈസായിട്ട് ഫീൽ ചെയ്ത് നല്ല രീതിക്ക് തന്നെ കണക്ട് ആകുന്നുണ്ട് ആ ഒരു പരിപാടികളൊക്കെ. ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല. എനിക്കൊണ്ട് സീസൺ 1 ഗംഭീര മേക്കിംഗ് അതിൻ്റെ സീസൺ 2 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടി എനിക്ക് സീസൺ 1 കുറച്ചും കൂടി സീസൺ 2 ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീസൺ 1 ഒരിക്കലും മോശം ഞാൻ പറഞ്ഞില്ല. നല്ലൊരു ഡീസൻറ്റ് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി എന്താ പറയുക, ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും അതിൻ്റെ ഒരു കഥയോ അതിൻ്റെ ഒരു പ്ലോട്ടെല്ലാം കൊണ്ട് തന്നെ എനിക്ക് സീസൺ 2 കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലവർക്ക് 2 ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതൊക്കെ ഓരോരുത്തരും ഇതാണ്. മൊത്തത്തിലൊക്കെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കണ്ടൊരു ഫീലാണ്. എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസൊക്കെ രക്ഷയില്ല, ഉള്ള സമയം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹരിശ്രീ അശോകനൊന്നും ഇപ്പം അടുത്ത് ഒരു സിനിമയിലും കാണലേ ഇല്ല. സീരീസിൽ നല്ല രീതിക്ക് തന്നെ മൂപ്പര ഒരു റോളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ മൂപ്പര അതിൻ്റെ അകത്ത് കാണാനുള്ള നല്ലതുണ്ട്. അതിൻ്റെ നല്ല രീതിക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിക്കുന്നില്ല. സോ എനിക്ക് കേരള ക്രൈം ഫയൽസ് സീസൺ 2 നല്ല സീസൺ എനിക്ക് ഫീൽ ചെയ്തു. കണ്ടിട്ട് എന്തായാലും തിരിച്ചാൽ കണ്ടിരിക്കാനേ പറയാനുള്ളൂ. ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്.